ദിനംപ്രതി ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. NFPR സംഘടന നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രിയിൽ നിലവിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് നൈറ്റ് ഡ്യൂട്ടി, കാഷ്വാലിറ്റി, പോസ്റ്റ്മോർട്ടം തുടങ്ങിയ അധിക ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്നത് സ്പെഷ്യലിസ്റ്റ് OP വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ സ്പെഷ്യലിസ്റ്റ് OP വിഭാഗം ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ കഴിയാതെയും വരുന്നു. ഇതിന് പരിഹാരമായി ആശുപത്രിയിൽ കൂടുതൽ അസിസ്റ്റന്റ് സർജന്മാരെ നിയമിച്ച് പരിഹാരം കാണണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇൻഷുറൻസ് ഇനത്തിൽ താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കാനുള്ള 8 കോടിയിലധികം രൂപ അടിയന്തരമായി അനുവദിച്ച് നിലവിലെ ആശുപത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു. വേങ്ങര, തേഞ്ഞിപ്പലം, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നും വരുന്ന അസ്വാഭാവിക മരണങ്ങളും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന നാഷണൽ ഹൈവേയും റെയിൽപാതയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പരിധിയിലാണ്. രാത്രികാല പോസ്റ്റ്മോർട്ടവും ഒരു ഫോറൻസിക് സർജനെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അനുവദിക്കണമെന്നും നിവേദനത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്.